ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ PYQ സീരീസിൻ്റെ തുടർച്ച തന്നെയാണ് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1050/2024 കേട്ടോ. അപ്പോൾ മുൻപത്തെ ക്വസ്റ്റ്യൻസ് കാണാൻ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിരുന്നു. തുടർന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 130 നമ്മൾ പറഞ്ഞിരുന്നു. ഇനി 131 ₹1 lakh deposited at rate of 10% simple interest. What is the total amount with principal receivable at the end of the 5th year എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. 1 lakh ആണ് എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്. 10% ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം നമ്മൾ എഴുതി നോക്കിയാൽ മതി അല്ലേ. 1 lakhന് 10% വെച്ച് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? എത്ര മുതലും പലിശ അടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പലിശ മാത്രം 50,000 രൂപ വരും. പിന്നെ മുതലും കൂടി ആകുമ്പോൾ 1 ലക്ഷത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പം 1,50,000 രൂപയാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, 1,50,000 ആണ് 5ാമത്തെ വർഷം മുതലും പലിശ അടക്കം നമുക്ക് ലഭിക്കുന്ന എമൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ. സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിനാണ്. പ്രത്യേക ഒരു ഡേറ്റ് എഴുതിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കറക്റ്റ് ഡേറ്റ് എഴുതിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ ഡേറ്റ് എന്നത് തന്നെയാണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇൻ വിച്ച് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ വേർ ഈക്വൽ എമൗണ്ട് ഈസ് ആനുവലി ചാർജ്ഡ്. ഈക്വൽ എമൗണ്ട് ആനുവലി ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ വർഷവും ഒരേ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് ചാർജ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് മെത്തേഡിലാണ് അങ്ങനെയുള്ളൊരു മാർഗ്ഗം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിങ്കിങ് ഫണ്ടാണോ, ആന്വിറ്റി ആണോ, സ്ട്രെയിറ്റ് ലൈൻ ആണോ, ഡിമിനിഷിങ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രെയിറ്റ് ലൈനിലാണ് കറക്റ്റായിട്ടുള്ള എമൗണ്ട് ഇങ്ങനെ. അപ്പം 5,000 രൂപയാണ് ഡിപ്രിസിയേഷൻ എങ്കിൽ അതുതന്നെയാണ് എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുന്നത്. സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് അതേ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ സിങ്കിങ് ഫണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിങ്കിങ് ഫണ്ട് നമുക്കറിയാം, അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫണ്ട് തന്നെ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു അസറ്റിന്, ഇപ്പോൾ നമുക്കറിയാം ഒരു അസറ്റ് ഡിപ്രിസിയേഷൻ സംഭവിക്കുമെന്നും അത് എപ്പോഴാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്നും ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഫണ്ട് ഉണ്ടാകുമ്പം ആ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഫണ്ട് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലാഭവും കിട്ടും, പിന്നെ ആവശ്യ സമയത്ത് ഇത് റീപ്ലേസ് ചെയ്യാനുള്ള ഫണ്ടും കിട്ടും. അപ്പോൾ അത് കണ്ടിട്ടാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആന്വിറ്റി മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് എ പ്രോസസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഡിപ്രിസിയേഷൻ ഓൺ ആൻ അസറ്റ് ബൈ കാൽക്കുലേറ്റിംഗ് ഇറ്റ്സ് റേറ്റ് ഓഫ് റിട്ടേൺ. അതിന് എത്ര റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കൂടുതൽ നോക്കുന്നത്. പിന്നെ ഈ ആന്വിറ്റി മെത്തേഡ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ലാർജ് പർച്ചേസ് പ്രൈസ് ഉള്ളതും, പിന്നെ ഒരുപാട് കാലം ദീർഘകാലം നിലനിൽക്കുന്നതും, ലോങ് ലൈഫും ഫിക്സഡും ആയിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺസ് കിട്ടുന്ന അസറ്റ്സിനാണ് കൂടുതലും ആന്വിറ്റി മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവുകയാണെങ്കിൽ, വെൻ ഫിക്സഡ് അസറ്റ്സ് ആർ ഗിവൺ ആസ് സെക്യൂരിറ്റി ഫോർ ലോൺ ദെൻ ദ കോൺട്രാക്റ്റ് ഈസ്. ഫിക്സഡ് അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് ലോണിന് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഏത് തരത്തിലുള്ളതിനാണ്? മോർട്ടഗേജിനാണോ, പ്ലഡ്ജിനാണോ, ഹൈപ്പോത്തിക്കേഷനാണോ, ബെയിൽമെൻറ്റിനാണോ, എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് ഫിക്സഡ് അസറ്റ് കൊടുക്കേണ്ടത് എന്നാണ്. അപ്പം ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മോർട്ടഗേജ് തന്നെയാണ് കേട്ടോ. മോർട്ടഗേജിലാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് കൊടുക്കേണ്ടത്. പിന്നെ പ്ലഡ്ജ് എന്താണ്? പണയം വയ്ക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലഡ്ജിന് ഓർമ്മ വരിക ഗോൾഡ് തന്നെയാണ് അല്ലേ. പണയം വയ്ക്കുന്നത്, ഗോൾഡ് പണയം വെച്ച് നമ്മൾ കാശ് വാങ്ങുന്നു. അപ്പോൾ അങ്ങനെ. ഹൈപ്പോത്തിക്കേഷൻ, ചൂണ്ടിപ്പണയം എന്നൊക്കെ പറയും. അതായത് ഇപ്പം വെഹിക്കിൾ ലോണൊക്കെ അതിനൊരു ഉദാഹരണമാണ്. ഹൈപ്പോത്തിക്കേഷൻ്റെ കേസിൽ വെഹിക്കിൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ വെഹിക്കിൾ അവിടെ കൊടുക്കുമോ? ഇല്ല, നമ്മുടെ കയ്യിലാണ് എല്ലാം അല്ലേ. പൊസഷനും ഓണർഷിപ്പും നമ്മുടെ കയ്യിൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ RC ബുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങളോ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്?
ലോണ് തരപ്പെടുത്തി തരുന്നത്. ബെയിൽമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ് കസ്റ്റഡി ഓഫ് ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ് ബെയിൽമെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു സേഫ് കസ്റ്റഡി ആയിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ ബാങ്കിൽ ഏൽപ്പിക്കുന്നു, അപ്പോൾ അതൊരു ബെയിൽമെൻ്റാണ്. അപ്പോൾ അതും പറയാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ടിന് ഒരു കാർ കൊടുക്കുന്നു, നമ്മൾ നാട്ടിലില്ല, അപ്പോൾ നമ്മുടെ ഒരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്, ഉപയോഗിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു വീട് അയാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെയും ഇതുതന്നെയാണ് സംഭവം. പൊസഷൻ അയാളുടെ കയ്യിലായിരിക്കും, പക്ഷേ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും. അങ്ങനെ. അപ്പോൾ അതാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന മോർട്ടഗേജ് ആണ് കേട്ടോ. ഫിക്സഡ് അസറ്റ്സിൻ്റെ കേസിൽ മോർട്ടഗേജ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിസർവ് ഈസ് കെപ്റ്റ് ടു സ്ട്രെങ്തൺ ദ ലിക്വിഡ് അസറ്റ്സ് ഓഫ് എ ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ലിക്വിഡ് അസറ്റ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഏത് റിസർവാണ് സൂക്ഷിക്കുക എന്നാണ് ചോദ്യം കേട്ടോ. ഏത് റിസർവാണെന്ന്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണോ, സ്പെസിഫിക് റിസർവ് ആണോ, സസ്പെൻസ് ആണോ, ജനറൽ ആണോ? പേരിൽ നിന്ന് നമുക്കറിയാമല്ലേ, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആസ് പെർ സ്റ്റാറ്റ്യൂട്ടാണ്. സ്പെസിഫിക് ആണെങ്കിൽ സ്പെസിഫിക് പർപ്പസസ് ഉണ്ടായിരിക്കും. ജനറൽ റിസർവ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ജനറൽ റിസർവ് ആണ് എന്ത്, ലിക്വിഡിറ്റി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന റിസർവുകളാണ് ജനറൽ റിസർവുകൾ. ഓക്കെ. അതിന് പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ പറയാത്ത കാരണം തന്നെ അത് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ടയർ 2 ക്യാപിറ്റലിൻ്റെ എലമെൻ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ആയത് ഏതെന്നല്ല, നോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. റീവാലുവേഷൻ റിസർവ് ആണോ, ക്യാപിറ്റൽ റിസർവ് ആണോ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ റിസർവ് ആണോ, അൺഡിസ്ക്ലോസ്ഡ് റിസർവ്സ് ആണോ? ഇതിലേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? ടയർ 2 ക്യാപിറ്റലിൻ്റെ ഭാഗമല്ലാത്തത് ക്യാപിറ്റൽ റിസർവ് ആണ് കേട്ടോ. ക്യാപിറ്റൽ റിസർവ് ആണ് ടയർ 2 ക്യാപിറ്റലിൻ്റെ ഭാഗം അല്ലാത്തത്. ടയർ 2 ക്യാപിറ്റലിൻ്റെ ഭാഗമല്ലാത്തത് ക്യാപിറ്റൽ റിസർവ് ആണ്. ഈ ഭാഗം ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗം തന്നെയാണ് കേട്ടോ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക്. സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് റീസൺ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഇവിടെ അല്ലാത്തതാണ്, നോട്ടാണ് തന്നിട്ടുള്ളത്. അതൊന്ന് ഓർക്കുക, നോട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇഫ് NPA ഓഫ് നെറ്റ് അഡ്വാൻസ് എക്സീഡ്സ് 6% കൂടുമ്പോഴാണോ NPAയുടെ നെറ്റ് അഡ്വാൻസ്? ഇഫ് ഇൻ വർക്കിംഗ് ലോസ് ഫോർ 2 consecutive years നഷ്ടത്തിൽ വർക്ക് ചെയ്താലാണോ? ഇഫ് ദ ബാങ്ക് ഹാസ് നോട്ട് ഡിക്ലയർഡ് ഡിവിഡൻഡ് ഫോർ 2 consecutive years. ഇഫ് CRAR ഈസ് ലെസ് ദാൻ 9%. CRAR 9% കുറയുമ്പോൾ ഏതാണ് സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കിൻ്റെ റീസൺ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് RBI വരുത്തിയതാണ്. 2014 കാലഘട്ടത്തിലാണ് സൂപ്പർവൈസറി ആക്ഷൻ ഇതുപോലെ വന്നിട്ടുള്ളത്, അതായത് ഫ്രെയിം വർക്ക് വന്നിട്ടുള്ളത്. സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിം വർക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നത് ബാങ്കുകളുടെ ഓവർ ഡ്യൂ ഡെപ്റ്റ്സ് കുറയ്ക്കാനും അങ്ങനത്തെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അർബൻ ബാങ്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അർബൻ ബാങ്ക് നമുക്ക് സാധാരണയായി ചോദിച്ചു കാണാറുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് NPAയുടെ നെറ്റ് അഡ്വാൻസ് 6% കൂടാൻ പാടില്ല, അങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഈ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിം വർക്കിൽ കൊടുത്തിരുന്നു കേട്ടോ RBI. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഓപ്ഷൻസ് C മാത്രമാണ് ഇതിലല്ലാത്തത്. ഇഫ് ദ ബാങ്ക് ഹാസ് നോട്ട് ഡിക്ലയർഡ് ഡിവിഡൻഡ് ഫോർ 2 consecutive years, അതാണ് റീസൺ അല്ലാത്തതെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ റീസൺ ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇത് 2014 വന്ന ഒരു ഗൈഡൻസിൻ്റെ ഭാഗമായിട്ടായിരുന്നു സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിം വർക്ക് നടന്നിട്ടുള്ളത്. ഇപ്പോൾ അതായത് പ്രസൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു PCA എന്ന് പറയും. ഇതിപ്പം ഇതിൻ്റെ പേര് ചുരുക്കപ്പേര് SAF എന്നാണ് കേട്ടോ. സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിം വർക്ക് SAF എന്ന് പറഞ്ഞിട്ടാണ് RBI അന്ന് കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. ഇപ്പോൾ പ്രസൻ്റ്ലി അതായത് 2025 ഏപ്രിൽ 1 തൊട്ടിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് നമ്മുടെ അർബൻ ബാങ്കിനും വേണ്ടിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. PCA ഫ്രെയിം വർക്ക് എന്ന് പറയും. എന്താ PCA എന്ന് വെച്ചാൽ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ട് സർക്കുലർ RBIയുടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും ഇതുപോലത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസും ഇമ്പോസ്ഡ് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അപ്ലിക്കബിൾ. കാരണം കുറച്ച് എക്സീഡ് ചെയ്യുമ്പോൾ ഒരുപാട് ബാങ്കുകൾ ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് RBI കൊണ്ടുവന്നതാണ്. അപ്പോൾ PCA എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷനാണ്. അതിനും ഇതുപോലെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. അത് നിലവിൽ ഇനി വരാൻ പോണത് April 1, 2025 തൊട്ടിട്ട് അതിപ്പം നിലവിൽ വന്നു തുടങ്ങും. ബാങ്കുകൾ അതും കൂടി ഫോളോ ചെയ്യണം. ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ് സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് എന്നുള്ളത്. പിന്നെ ഈ PCA ഇനി വരാൻ പോകുന്നത് PCA ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് 100 കോടി UCBs മാത്രമാണ് കേട്ടോ. ഫ്രെയിംവർക്ക് UCB വിത്ത് ഡെപ്പോസിറ്റ്സ് എബവ് 100 crore ഉള്ളവർക്ക് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് സൂപ്പർസീഡഡ് ബൈ ദ RBIക്ക് സൂപ്പർസീഡ് ചെയ്യാൻ പറ്റും. ഇതും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. മാക്സിമം ടേം ഓഫ് ഓഫീസ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റഡ് അപ്പോയിൻറ്റഡ് ബൈ ദ RBI, അതായത് അവരെ പിരിച്ചുവിടുകയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പിരിച്ചുവിടുകയും RBI ഒരു അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ അപ്പോയിൻറ്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റർ കാലാവധിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മാക്സിമം ടേം എത്ര കാലം വരെ വെക്കാമെന്ന്. അത് സിമ്പിൾ തന്നെയാണ്. 5 ഇയേഴ്സാണ് അവരുടെ കാലാവധി ഫിക്സ് ചെയ്യാറ് കേട്ടോ. 5 ഇയേഴ്സാണ് കാലാവധി ഫിക്സ് ചെയ്യാറ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. 5 വർഷമാണ് അവരതിനെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പിരിച്ചുവിടും. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ സൂപ്പർസീഡ് ചെയ്യുകയും RBI ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പിരിച്ചുവിട്ടതിന് ശേഷം ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കുകയും അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി തീരുമാനിക്കുന്നത് RBI തന്നെയാണ്. 5 വർഷമാണ് കാലാവധി ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 139ാമത്തെ ക്വസ്റ്റ്യനാണ്. ഡാഷ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ എന്താണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഓപ്ഷൻ SLR ആണോ, CRR ആണോ, DEF ആണോ, ക്യാപിറ്റൽ ഫണ്ടാണോ? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇതിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട്. ആണ് കേട്ടോ. ഇതിൻ്റെ ഉത്തരമായിട്ട് വരെ ആണ്. അതായത് ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ട് എന്നാണ് ഇതിന് പറയുക. ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ട് സ്കീം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്ന് പല ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ ഇത് സെക്ഷൻ 26 പറയണത് കേട്ടോ. സെക്ഷൻ 26 ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയണത്. ഓക്കെ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്, അവകാശികളില്ലാത്ത ഡെപ്പോസിറ്റ്, ക്ലെയിം ചെയ്യാൻ ആരും ഇല്ലാത്ത ഡെപ്പോസിറ്റ്സ് കിടക്കുകയാണെങ്കിൽ, അപ്പം ആൾക്കാർ ദൂരദേശത്തെ സ്ഥലമൊക്കെ മാറിപ്പോയി, അപ്പോൾ പഴയ ഒരു ഡെപ്പോസിറ്റ് ചിലപ്പോൾ മറന്നു പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയാൽ അതവിടെ കിടക്കുക, അല്ലെ അതിൻ്റെ അവകാശികൾ അറിയാതെ പോവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് നോട്ട് ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക. 10 വർഷമോ അതിലധികമോ അങ്ങനെ കിടക്കുന്ന ഡെപ്പോസിറ്റുകൾക്കാണ് ഈ ഒരു കാറ്റഗറി ഉള്ളത് കേട്ടോ. 10 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഒരു ബാങ്കിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ ബാങ്ക് റിപ്പോർട്ട് ചെയ്യണം. RBIക്ക് കൊടുക്കണം. RBIക്ക് റിപ്പോർട്ട് ചെയ്യണം. ഓരോ കലണ്ടർ അവസാനിക്കുന്നതിനും 30 ദിവസം മുമ്പ് തന്നെ 30 days ഓഫ് ക്ലോഷർ ഓഫ് ഈച്ച് കാലണ്ടർ ഇയർ തന്നെ വിത്തിൻ അകത്ത് അവരത് തീരുമാനമാക്കിയിട്ട് ആരെ അറിയിക്കണം? RBIനെ അറിയിക്കണം. ഞങ്ങൾക്ക് ഇത്ര എന്തുണ്ട്, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ മച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞ് കിടക്കണതാവണം. അപ്പോൾ FDയുടെ കേസൊക്കെ ആണെങ്കിൽ മച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞിട്ട് കിടക്കണതാവണം കേട്ടോ. അങ്ങനെ ആരും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അക്കൗണ്ട് ആണെങ്കിൽ അത് ഡെഫ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറയും. RBI ആണ് ആ ഒരു അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്, ഡെഫ് അക്കൗണ്ട്. ഈ ഒരു സിസ്റ്റം തുടങ്ങിയത് May 24, 2014 തുടങ്ങിയ സിസ്റ്റമാണ് കേട്ടോ ഈ ഡെഫ് അക്കൗണ്ടിൻ്റെ സിസ്റ്റം. ഡെപ്പോസിറ്റ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് എന്നാണ് ഫുൾ ഫോം. അപ്പോൾ ബാങ്ക് ഇങ്ങനെ കിടക്കുന്ന അൺക്ലെയിംഡ് ഡെപ്പോസിറ്റൊക്കെ എന്ത് ചെയ്യും? 10 വർഷം ആ ഒരു എക്സ്പയറി വിത്തിൻ 3 months ഫ്രം ദ എക്സ്പയറി ഓഫ് ദ 10 years പീരീഡ് എന്നാണ് പറയുന്നത്. അതിനകം ഇവർ ഇതിലേക്ക് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ RBI ഈ ഫണ്ട് എന്ത് യൂസ് ചെയ്യുന്നു വെച്ചാൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെ എഡ്യൂക്കേഷനും അവയർനെസ്സിനും വേണ്ടിയിട്ടാണ് RBI ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു പേര് വരാൻ കാരണം. എന്ന് വെച്ചിട്ട് ഇപ്പോൾ RBI തിരിച്ചു കൊടുക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം ഇതൊക്കെ കണ്ടറിഞ്ഞ ഒരാൾ വരികയാണ്, ഡെപ്പോസിറ്ററുടെ നോമിനി അല്ലെങ്കിൽ ലീഗൽ ഹയർ ഒരു ഡിസീസ്ഡ് ഡെപ്പോസിറ്റർ ആണെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ച് വരികയാണ്, ബാങ്കിൽ വരികയാണ്, എൻ്റെ ഇന്ന ആളുടെ അക്കൗണ്ട് അവരുടെ കയ്യിൽ വാലിഡായ പ്രൂഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിസ്ക്രൈബ്ഡ് ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചു കൊടുക്കും കേട്ടോ. അവർക്ക് തിരിച്ചു കൊടുക്കും.
അപ്പം ബാങ്ക് അറിയിച്ചാൽ മതി, RBI കൊടുക്കാനുള്ള പെർമിഷൻ നൽകും, അങ്ങനെ കൊടുക്കും. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 3% ആണ് ഇപ്പം നിലവിൽ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ഈ ഒരു അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് കാറ്റഗറിക്ക് ഇപ്പം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 3% ആണ് കേട്ടോ. ഓക്കെ, അത് 2021 തൊട്ടിട്ടാണ് ഈ 3% കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ടുമായിട്ടുള്ളത്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റാണ്, 10 വർഷം ഓർ മോർ കഴിഞ്ഞ് കിടക്കണതായിരിക്കണം. പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ FDs വരും, പിന്നെ അതുപോലെ തന്നെ RDs ഉണ്ടല്ലോ, റിക്കറിങ് ഡെപ്പോസിറ്റ് വരും. അങ്ങനത്തെ കുറേ ഒരുവിധം ക്യാഷ് ക്രെഡിറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ് കേട്ടോ. എല്ലാ അക്കൗണ്ടിലെ ബാലൻസുകളും FD മാത്രമല്ല, ഇതിലൊക്കെ ബാലൻസുകൾ ഉണ്ടെങ്കിൽ അത് ഈ രീതിയിൽ ഉണ്ടെങ്കിൽ ബാങ്ക് ഈ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റുകയും അത് ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് നമ്മൾ പറഞ്ഞത്. BR ആക്ടിലെ സെക്ഷൻ 26 പിന്നെ 26A പ്രധാനമായിട്ട് ഈ ഡെഫ് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ പറയണത് കേട്ടോ. 26 അൺക്ലെയിംഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയുന്നു. 26A എന്ന് പറയണത് ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് എന്ന പേരിലാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. 26 അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്, 26A എന്താണ്? 26 റിപ്പോർട്ടിംഗ് ഓഫ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ആണ്. 26A എന്ന് വെച്ചാൽ ഡെഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കണം കേട്ടോ. അപ്പോൾ ഡെഫ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ 26A ആണ് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമായ കാരണമാണ് നമ്മളെ ക്വസ്റ്റിനെ കുറിച്ച് ഇത്രയും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ RBIയുടെ പെർമിഷൻ ഈസ് റിക്വയർഡ് ബൈ എ കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്കിന് RBIയുടെ പെർമിഷൻ റിക്വയർ ചെയ്യുന്നത് ഏതൊക്കെ കാര്യത്തിനാണെന്ന്? ടു ഓപ്പൺ എ ന്യൂ ബ്രാഞ്ച്, ടു ഷിഫ്റ്റ് ദ ബ്രാഞ്ച് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ബോത്ത് A and B, നൈദർ A nor B. രണ്ടും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ബോത്ത് A and B ആണ് കേട്ടോ. രണ്ടിനും ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എല്ലാ കോപ്പറേറ്റീവ് ബാങ്കിലും RBIയുടെ പെർമിഷൻ? എല്ലാ കോപ്പറേറ്റീവ് ബാങ്കും അല്ല, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസസ് ആണ് പറഞ്ഞത്. RBIയുടെ പെർമിഷൻ അവർക്ക് ആവശ്യമുണ്ട്. ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനും പ്രത്യേകം സർക്കുലർ ഇറക്കിയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആ സർക്കുലർ 2020 വിശദമായിട്ട് RBIയുടെ സർക്കുലർ വന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാൻ പാടെന്ന് പറഞ്ഞിട്ട്. ഒരു ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെങ്കിലും ബ്രാഞ്ച് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും RBIയുടെ പെർമിഷൻ ആവശ്യമാണ് എന്ന രീതിയിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ 140 ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത സീരീസിൽ കാണാം. താങ്ക്